എൻ്റെ പേര് ആശ. എൻ്റെ ഭർത്താവ് ഒരു ട്രക്ക് ഡ്രൈവറാണ്. അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും രാത്രി വളരെ വൈകിയാണ് വീട്ടിലേക്ക് വരാറ്. ഒറ്റയ്ക്ക് ഉറങ്ങാൻ എനിക്കൊരു ഭയവും ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി ഞാൻ പതിവ് പോലെ ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് പാതിരാത്രിയിൽ വിചിത്രമായ എന്തോ ഒരു കരച്ചിൽ ഞാൻ കേട്ടത്. ആദ്യം ഞാൻ എന്തെങ്കിലും സ്വപ്നം കാണുകയാണെന്ന് വിചാരിച്ചു. പക്ഷെ ഉണർന്നപ്പോൾ ആ ശബ്ദം വാതിലിന് പുറത്തു നിന്നാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മിണ്ടാതെ പുതപ്പിനുള്ളിൽ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ശബ്ദം നിന്നു. പെട്ടെന്നാരോ വാതിലിൽ മുട്ടി. 2-3 തവണ മുട്ടിയപ്പോൾ ഞാനൊരു ശബ്ദവും ഉണ്ടാക്കിയില്ല. പക്ഷേ വീണ്ടും തുടർച്ചയായി 3 തവണ മുട്ടിയപ്പോൾ എൻ്റെ ഭർത്താവ് ആയിരിക്കുമെന്ന് ഞാൻ കരുതി. ഞാൻ എഴുന്നേറ്റ് ജനലിൻ്റെ അടുത്തേക്ക് പതിയെ ചെന്ന് തുറന്ന് പുറത്തേക്ക് നോക്കി. എൻ്റെ ഭർത്താവ് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ട് എനിക്ക് ആശ്വാസമായി. ഞാൻ ചെന്ന് വാതിൽ തുറന്നു. ഭർത്താവ് അകത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ, ഒരു തവണ വിളിച്ചാൽ പോരായിരുന്നോ? വെറുതെ എന്നെ പേടിപ്പിച്ചു. ഞാൻ ഭക്ഷണം എടുത്തു വെക്കട്ടെ? അദ്ദേഹം എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ നേരെ അകത്തേക്ക് പോയി. ഞാൻ അവിടെ തന്നെ നിന്നു. അദ്ദേഹം ക്ഷീണിതരായിരിക്കും എന്ന് ഞാൻ കരുതി. വാതിലടച്ച് ഞാൻ അകത്തേക്ക് പോയപ്പോൾ ഭർത്താവ് കട്ടിലിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ കിടക്കയിൽ ചെന്ന് കിടന്നു. രാവിലെ ഞാൻ പതിവ് പോലെ എൻ്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. വെള്ളം, തുണികൾ, പാത്രങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു. ഭർത്താവിനെ വിളിച്ചുണർത്താമെന്ന് ഞാൻ കരുതി. കുളിച്ച് എന്തെങ്കിലും കഴിക്കട്ടെ. രാത്രി മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഭർത്താവിനെ വിളിക്കാനായി ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു. ഭർത്താവ് നേരത്തെ ഉണർന്ന് തൻ്റെ വലിയ കണ്ണുകൾ കൊണ്ട് ബോർഡിലെ സീലിങ്ങിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ കൈ തുടച്ചുകൊണ്ട് പറഞ്ഞു, യോ, വേഗം കുളിക്ക്, ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോയി. രാത്രിയിലെ ബാക്കി ഭക്ഷണം ചൂടാക്കി ഗ്യാസിൽ വെച്ചു. പക്ഷേ 10-15 മിനിറ്റായിട്ടും അദ്ദേഹം മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. ഞാൻ വീണ്ടും മുറിയുടെ വാതിൽക്കൽ ചെന്ന് നിന്ന് ഭർത്താവിനെ വിളിക്കാൻ പോവുകയായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും അതുതന്നെ കണ്ടു. അദ്ദേഹം ഇപ്പോഴും സീലിങ്ങിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു, കണ്ണടയ്ക്കാതെ, അനക്കമില്ലാതെ. രാത്രിയിൽ അദ്ദേഹം കിടന്ന അതേ രീതിയിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഭർത്താവിൻ്റെ കണ്ണുകൾ ഇത്ര വലുതായിരുന്നു. നോക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. കണ്ണുകൾ ശൂന്യതയിൽ അലിഞ്ഞു പോയതുപോലെ. ഇത്രയും സമയം അദ്ദേഹം കണ്ണടച്ചിട്ടില്ല. എൻ്റെ ഉള്ളിലൊരു തണുത്ത ഭയം ഓടിപ്പോയി. ഒരു വിചിത്രമായ ചിന്ത എൻ്റെ മനസ്സിനെ ഞെട്ടിച്ചു. ഞാൻ വേഗം ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു. നെഞ്ചിൽ കൈവച്ചു. ഹൃദയമിടിപ്പ് നടക്കുന്നുണ്ടായിരുന്നു. ശ്വാസം സാധാരണമായിരുന്നു. എങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നു. പരിഭ്രമത്തോടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ നോക്കുന്നത്? ആദ്യമായി എൻ്റെ ഭർത്താവ് കഴുത്തനക്കി. പതിയെ തലതിരിച്ച് എന്നെ നോക്കി. എന്നിട്ട് വീണ്ടും സീലിങ്ങിലേക്ക് നോക്കാൻ തുടങ്ങി. ആ ചലനം അത്രയും പതിയായിരുന്നു. എനിക്ക് ആ ചലനത്തിൽ പോലും ഭയം തോന്നി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തൊട്ടു നോക്കിയപ്പോൾ അത് തികച്ചും തണുപ്പായിരുന്നു. ഞാൻ ഉടൻ തന്നെ പുതപ്പുകളെടുത്ത് ഭർത്താവിൻ്റെ ശരീരത്തിലേക്ക് ഇട്ടു. പക്ഷേ അതുവരെ അദ്ദേഹം എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല. ഞാൻ ഉടനെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ഭർത്താവിൻ്റെ സുഹൃത്തും അദ്ദേഹത്തെ വിളിച്ചു നോക്കി. കൈയും കാലും കുലുക്കി നോക്കി. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തിനും ഒരു മറുപടിയും നൽകിയില്ല. നിസ്സംഗമായി കിടന്നു, ഞങ്ങളെ തിരിച്ചറിയാത്തതുപോലെ. സുഹൃത്തിനോട് ഭർത്താവിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു ഡോക്ടറെ വിളിക്കാൻ പോയി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം സുഹൃത്ത് ഒരു ഡോക്ടറുമായി വീട്ടിലേക്ക് വന്നു. പക്ഷേ ആ മണിക്കൂറിൽ ഞാൻ എത്ര തവണ അദ്ദേഹത്തോട് സംസാരിച്ചു, എത്ര തവണ ചോദ്യങ്ങൾ ചോദിച്ചു, എത്ര തവണ അദ്ദേഹത്തിൻ്റെ കയ്യിലും തലയിലും കുലുക്കി നോക്കി. പക്ഷേ എൻ്റെ ഭർത്താവ് നിസ്സംഗമായ കണ്ണുകളോടെ നോക്കിക്കൊണ്ടിരുന്നു. ഡോക്ടർ വന്നതിന് ശേഷം ചില ചോദ്യങ്ങൾ ചോദിച്ചു. പനിയുണ്ടോ? വയറിന് സുഖമില്ലേ? തലകുറങ്ങുന്നുണ്ടോ? എന്നൊക്കെ. പക്ഷേ എൻ്റെ ഭർത്താവ് ഒരു ചോദ്യത്തിനും മറുപടി നൽകിയില്ല. ഡോക്ടർ പനി, BP എല്ലാം പരിശോധിച്ചു. എല്ലാം സാധാരണമായിരുന്നു. എല്ലാം പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, രോഗത്തിൻ്റെ ഒരു ലക്ഷണവുമില്ല. ഒരുപക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാനസികാഘാതം സംഭവിച്ചതാകാം. നിങ്ങൾ ഇദ്ദേഹത്തെ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കാണിക്കുക. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ഞാൻ ചിന്തയിലായി.
എങ്ങനെയാണ് ഇദ്ദേഹത്തിന് മാനസികാഘാതം ഉണ്ടായതെന്ന് എനിക്കറിയില്ലായിരുന്നു. വീട്ടിൽ എല്ലാം സാധാരണമായിരുന്നല്ലോ. ഡോക്ടർ വന്ന് പരിശോധിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തും എനിക്കും എന്താണ് സംഭവിച്ചതെന്ന് അപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനും ഭർത്താവിൻ്റെ സുഹൃത്തും ചേർന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അദ്ദേഹം ഇരുന്നാൽ പോലും ഒരു ശവത്തെപ്പോലെ നിസ്സംഗമായിരിക്കും. നേരെ നിർത്താൻ ശ്രമിച്ചാൽ ഒരു പാവയെപ്പോലെ അനക്കമില്ലാതെ നിൽക്കും. ഇദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ കണ്ട് എൻ്റെ കാലുകൾ വിറച്ചു. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്ത് എന്നെ സമാധാനിപ്പിച്ചു. എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ഇദ്ദേഹത്തിന് ഈ അവസ്ഥ എത്ര നാളായിട്ട്? ഞാൻ പറഞ്ഞു, ഇദ്ദേഹം രാത്രി വളരെ വൈകിയാണ് വീട്ടിലേക്ക് വന്നത്. വന്ന ഉടൻ തന്നെ ഉറങ്ങാൻ പോയി. ക്ഷീണം കാരണമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ രാവിലെ ഇദ്ദേഹത്തെ വിളിക്കാൻ വന്നപ്പോൾ രാത്രിയിൽ ഉറങ്ങിയ അതേ രീതിയിലാണ് കിടക്കുന്നത്. എപ്പോൾ മുതലാണ് ഈ കിടപ്പ് കിടക്കുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഈ അവസ്ഥ കണ്ട് പറഞ്ഞു. കേൾക്കാനല്പം വിചിത്രമായിരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ബാഹ്യമായ പ്രശ്നമാണെന്നാണ്. രോഗത്തിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. പക്ഷേ എങ്കിലും നമുക്ക് ഒരു തവണ ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്കാം. ഭർത്താവിൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ അവിടെ തന്നെ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെയുള്ള ചിലവുകൾ കേട്ട് ഞാൻ എൻ്റെ മനസ്സ് മാറ്റി. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞ ചികിത്സ കേട്ട് എൻ്റെ കാലിനടിയിലെ മണ്ണൊലിച്ചുപോയി. അവർ നേരിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് ഷോക്ക് ചികിത്സ നൽകേണ്ടി വരുമെന്ന്. അതുപോലും സഹിക്കാമായിരുന്നു. പക്ഷേ അവിടെ കിടക്കുന്ന രോഗികളെ കണ്ട് ഞാൻ കൂടുതൽ ഭയന്നു. അതേ രാത്രിയിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. വീട്ടിലെത്തി ഞാൻ ഭർത്താവിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഇനി നിങ്ങൾ തന്നെ പറയൂ, എന്താണ് ചെയ്യേണ്ടത്? സുഹൃത്ത് എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ശ്രദ്ധിക്ക്, ബാക്കി ഞാൻ നോക്കാം. കാരണം ആദ്യം കഴിഞ്ഞ രാത്രി ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയണം. അദ്ദേഹം എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തണം. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത്രയും പറഞ്ഞിട്ട് സുഹൃത്ത് അവിടുന്ന് പോയി. ഞാനൊരു നോട്ടം അകത്തെ മുറിയിലേക്ക് നോക്കി. എൻ്റെ ഭർത്താവ് ഇപ്പോഴും നിസ്സംഗമായി കിടക്കുകയായിരുന്നു. കഴിഞ്ഞ രാത്രി മുതൽ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ദിവസം മുഴുവൻ ഓടി നടന്നതുകൊണ്ട് എനിക്ക് തലവേദന വന്നു. ഞാൻ പുറത്തെ മുറിയിൽ ചെന്ന് കിടന്നു. 3 ദിവസമായി. പക്ഷേ അദ്ദേഹത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഒരു കല്ല് പോലെ കിടക്കുകയാണ്. അനക്കമില്ല, ശബ്ദമില്ല. കണ്ടാൽ ആഴമുള്ള ഇരുണ്ട കൊക്കയിലേക്ക് ഇറങ്ങിപ്പോയതുപോലെ. ഇപ്പോൾ കണ്ണുകളിൽ രക്തനിറം ഇറങ്ങിയിരിക്കുന്നു. കണ്ണുകൾ ചുവന്നതായി കാണപ്പെട്ടു. മുഖം ഉണങ്ങി. കൂടുതൽ ഭയാനകമായി. ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പേടിയാവാൻ തുടങ്ങി. കഴിഞ്ഞ രാത്രിയിൽ വിചിത്രമായൊരു സംഭവം നടന്നു. പാതിരാത്രിയിൽ ഞാൻ എവിടെ നിന്നോ ക്രൂ ക്രൂ എന്നൊരു ശബ്ദം കേട്ടു. ആദ്യം ആ ശബ്ദം പുറത്തു നിന്നാണെന്ന് ഞാൻ കരുതി. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആ ശബ്ദം അകത്തെ മുറിയിൽ നിന്നാണെന്ന് മനസ്സിലായി. ഞാൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയി നോക്കി. അദ്ദേഹത്തെ കുലുക്കി ബോധം വരുത്താൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുവന്ന് കത്തുന്ന കണ്ണുകൾ, ഞെരുങ്ങിയ പല്ലുകൾ, അതിൽ നിന്ന് വരുന്ന ഭയാനക ശബ്ദം, അദ്ദേഹത്തിൻ്റെ ഭയാനകമായ മുഖം കണ്ട് എൻ്റെ രക്തം ഉറഞ്ഞതുപോലെ തോന്നി. എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റു. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അകന്നു മാറി. ഭർത്താവിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ പതിയെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ ചുവന്നുകൊണ്ടിരിക്കുന്നു. അതിലേതെങ്കിലും ഒരു കറുത്ത നിഴലിൻ്റെ നോട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പലപ്പോഴും വിചിത്രമായ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ 3 ദിവസം കടന്നുപോയി. 3 ദിവസത്തിന് ശേഷം വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വീട്ടിലെത്തി. എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന് യാതൊരു അത്ഭുതവും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്ന ഉടൻ തന്നെ സുഹൃത്ത് എന്നെ പുറത്തെ മുറിയിലേക്ക് വിളിച്ച് അവിടെ ഇരുത്തി പറഞ്ഞു, ക്ഷമിക്കണം സഹോദരി, വരാൻ വൈകി. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്രയെക്കുറിച്ച് അറിയാൻ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ പോയിരുന്നു. അവിടെ ആർക്കും ഒന്നും അറിയില്ല. ഇദ്ദേഹം യാത്രയ്ക്ക് പോയതിൻ്റെ അടുത്ത ദിവസം കമ്പനിയിലെ ആളുകൾക്ക് റോഡിൻ്റെ ഓരത്ത് ഒഴിഞ്ഞ ട്രക്ക് കണ്ടെത്തി. പക്ഷേ ട്രക്കിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കമ്പനിയിലെ ആളുകൾ ട്രക്ക് തിരിച്ചു കൊണ്ടുപോയി. കുറച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു കമ്പനിയിലെ ആളും ഉണ്ടായിരുന്നു. ഞാൻ അയാളെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അയാളുടെ അവസ്ഥ കണ്ട് ഞാൻ അതിശയിച്ചു പോയി. അയാളുടെ അവസ്ഥ നിങ്ങളുടെ ഭർത്താവിൻ്റേതുപോലെയായിരുന്നു. ഒരുപക്ഷെ അതിനേക്കാൾ മോശം. അയാൾ പാതി മരിച്ച അവസ്ഥയിലായിരുന്നു.
ഞാൻ അടുത്തിരുന്നപ്പോൾ അയാൾ ജീവനില്ലാത്തതുപോലെ കിടക്കയിൽ കിടക്കുകയായിരുന്നു. ഞാൻ അയാളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ അയാൾ ഒരു മറുപടിയും നൽകിയില്ല. അപ്പോൾ എനിക്ക് പൂർണ്ണമായും ഉറപ്പായി ഇതിന് പിന്നിൽ എന്തെങ്കിലും ദുഷ്ടശക്തിയാണെന്ന്. അയാളുടെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവന് ചികിത്സ നൽകിയിട്ടുണ്ട്, പക്ഷേ ഒരു മാറ്റവുമില്ല. ഞാൻ വീട്ടുകാരോട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവർ ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. അവരുടെ മകൻ പാതിരാത്രിയിൽ വീട്ടിൽ വന്നെന്നും ആ രാത്രി വന്നതു മുതൽ ഈ അവസ്ഥയാണെന്നും, ആരോടും സംസാരിക്കുന്നില്ല, ഒരു മറുപടിയും നൽകുന്നില്ല, വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ രാത്രിയിൽ വേദന കൊണ്ട് കരയും, എന്തെങ്കിലും കണ്ട് ഭയപ്പെടും, എന്തെങ്കിലും ചോദിച്ചാൽ ഇടയ്ക്ക് ചിരിക്കാൻ തുടങ്ങും, വീണ്ടും കരയാൻ തുടങ്ങും. എനിക്ക് അവരിൽ നിന്ന് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചില്ല, അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ഞാൻ അയാളുടെ അടുത്തിരുന്ന് വീട്ടുകാരുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അയാൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ചത്. ഒരു ഭീകരമായ ശബ്ദത്തോടെ പറഞ്ഞു, കാത്തിരിക്കൂ, ഞാൻ വരുന്നു. ഇത്രയും പറഞ്ഞുവിടാൻ അയാളുടെ നെഞ്ചിലെ എല്ലുകൾ പൊട്ടി. വായിൽ നിന്ന് രക്തം തിളച്ചു മറിഞ്ഞ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അയാളുടെ കയ്യിലെ പിടിവിട്ടപ്പോൾ ഞാൻ അയാളിൽ നിന്നും അകന്നു മാറി. അതിനുശേഷം ഞങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് അയാൾ ശ്വാസം വിട്ടു. എനിക്ക് ഉറപ്പാണ് ഇവർക്കൊരു രോഗവുമില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എനിക്കറിയാവുന്ന ഒരു സ്വാമിജിയെ അറിയിക്കാം. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അറിയാം. ഒരുപക്ഷേ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ സാധിച്ചേക്കാം. സുഹൃത്ത് ഇതെല്ലാം എന്നോട് പറയുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അകത്തെ മുറിയിൽ നിന്ന് ഒരു ചിരി കേട്ടത്. ഞങ്ങൾ രണ്ടുപേരും അകത്തെ മുറിയിലേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖം ഞങ്ങളുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹം തൻ്റെ വലിയ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ നോക്കുകയായിരുന്നു. ഒരു വിചിത്രമായ ഭയാനകമായ ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ദിവസേനയുള്ള ശബ്ദവും അദ്ദേഹത്തിൻ്റെ വിചിത്രമായ ചലനങ്ങളും ഇന്ന് ഈ കഥയും കേട്ട് എനിക്ക് കൂടുതൽ പരിഭ്രമവും തോന്നി. ഭർത്താവിൻ്റെ സുഹൃത്തും ഞാനും അദ്ദേഹത്തെ മുറിയിൽ പൂട്ടിയിട്ട് ഉടൻ തന്നെ സ്വാമിജിയെ കാണാൻ പോയി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ സ്വാമിജിയുടെ ആശ്രമത്തിലെത്തി. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഞങ്ങളോട് പുറത്ത് കാത്തിരിക്കാൻ പറഞ്ഞു. അവിടെ ഒരു ക്ഷേത്രത്തിനടുത്ത് ഒരു മനുഷ്യൻ ധ്യാനത്തിലിരിക്കുന്നുണ്ടായിരുന്നു. കൈകളിലും കഴുത്തിലും രുദ്രാക്ഷ മാലകളുണ്ടായിരുന്നു. ശരീരത്തിൽ കൈലിയും വെളുത്ത തുണിയുമുണ്ടായിരുന്നു. നെറ്റിയിൽ വെള്ള നിറത്തിലുള്ള തിലകമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വളരെ ശക്തമായിരുന്നു. വളരെ തേജസ്വിയായി കാണപ്പെട്ടു. ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് സ്വാമിജിയാണെന്ന്. ഞാൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് വീണു. എൻ്റെ കഥ പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തും ആ മറ്റേ മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് സ്വാമിജിയോട് പറഞ്ഞു. സ്വാമിജി 2 സംഭവങ്ങളും കേട്ടു. പക്ഷേ അതിന് പിന്നിൽ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. സ്വാമിജി 2 കൈകളും കണ്ണുകൾക്ക് മുന്നിൽ ഉരസിക്കൊണ്ട് എന്നോട് പറഞ്ഞു, ഇവൾ എവിടെ നിന്ന് വന്നതാണെന്ന് എനിക്ക് സ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ല. സംഭവിച്ച കാര്യങ്ങൾ കണ്ടാൽ സമയം വളരെ കുറവാണെന്ന് തോന്നുന്നു. ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടെത്തണം. ഇവളുടെ സ്ഥലം കണ്ടെത്തണം. നിങ്ങളിൽ ആരെങ്കിലും തയ്യാറാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഭർത്താവിൻ്റെ സുഹൃത്ത് ചോദിച്ചു, ഞങ്ങൾക്ക് മനസ്സിലായില്ല. സ്വാമിജി തൻ്റെ കഴുത്തിലെ രുദ്രാക്ഷ മാലയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, നമ്മൾ മരിച്ച ആ സുഹൃത്തിൻ്റെ ആത്മാവിനെ വിളിക്കണം. പക്ഷേ അവളെ വിളിക്കാൻ എനിക്കൊരു മാധ്യമം ആവശ്യമുണ്ട്. എനിക്കവളുടെ ആത്മാവിനെ ഏതെങ്കിലും ഒരു ശരീരത്തിൽ മാത്രമേ വിളിക്കാൻ കഴിയൂ. അതിൽ ജീവന് അപകടമുണ്ട്. പക്ഷേ സമയക്കുറവ് കാരണം ഇതാണ് എനിക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു വഴി. സ്വാമിജിയുടെ വാക്കുകൾ കേട്ട് ഞാൻ ഉടൻ തന്നെ ശരിയെന്ന് പറഞ്ഞു. സ്വാമിജി എൻ്റെ തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചു. വേണ്ട എന്ന് പറയാൻ എനിക്ക് ഒരു കാരണവുമില്ലായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ മരിച്ച മുഖം എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ വന്നുകൊണ്ടിരുന്നു. വേദന കൊണ്ട് കരയുന്നതും പതിയെ പതിയെ മരണത്തിലേക്ക് അടുക്കുന്നതും. സ്വാമിജി ഞങ്ങളോട് വീടിൻ്റെ പിന്നിലെ മുറ്റത്ത് നിൽക്കാൻ പറഞ്ഞു. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായി ഒരു ഹോമകുണ്ഡത്തിൽ തീ കത്തിച്ചു. ഹോമകുണ്ഡത്തിനടുത്ത് കട്ടിയുള്ള ചങ്ങലകളുണ്ടായിരുന്നു. സ്വാമിജി എന്നോട് അവിടെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. അതിനുശേഷം ആ സഹായി എൻ്റെ കൈകളിൽ ചങ്ങലകൾ കെട്ടി. എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ ചോദ്യം ചോദിക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു. ഭർത്താവിൻ്റെ സുഹൃത്ത് അല്പം ദൂരെ ചെന്നിരുന്നു. സ്വാമിജി തൻ്റെ വസ്ത്രങ്ങൾ മാറ്റി തൻ്റെ മുന്നിൽ വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം കറുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അദ്ദേഹം പൂജ ചെയ്യുമ്പോൾ വെളുത്ത വസ്ത്രത്തിലായിരുന്നു. ഇപ്പോൾ കറുത്ത വസ്ത്രങ്ങൾ. ആ കാര്യം എനിക്ക് മനസ്സിലായില്ല.
അദ്ദേഹം ഒരു നോട്ടം എൻ്റെ നേരെ നോക്കി. പതിയെ കണ്ണുകളടച്ചു. കണ്ണുകളടച്ച് സ്വാമിജി പല മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കുറച്ച് വെള്ളവും ഭസ്മവും എൻ്റെ മേൽ തളിക്കും. ചിലത് ഹോമകുണ്ടത്തിലെ തീയിലുമെറിയും. വെള്ളം തളിക്കുമ്പോൾ എൻ്റെ ശരീരം ഒരു നിമിഷത്തേക്ക് വിറച്ചു. ശരീരത്തിലേക്ക് ഒരു വൈദ്യുതി ഷോക്ക് കിട്ടുന്നത് പോലെ. പക്ഷേ പതിയെ പതിയെ എൻ്റെ ശരീരം കടുപ്പമുള്ളതായി മാറിയെന്ന് എനിക്ക് തോന്നി. എൻ്റെ നട്ടലിൽ എന്തോ ഒരു പാമ്പിനെ പോലെ ഇഴയുന്നുണ്ടായിരുന്നു. അതെൻ്റെ മുഴുവൻ ശരീരവും നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഞരമ്പുകളിലെ രക്തം വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഇതേ നിമിഷം സ്വാമിജി ഉച്ചത്തിൽ മന്ത്രങ്ങൾ ഉരുവിട്ടു. കുറച്ച് കറുത്ത ചാരം എൻ്റെ ശരീരത്തിൽ ഒഴിച്ചു. എനിക്ക് ശക്തമായ ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടു. ആ ഞെട്ടലോടെ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ഞാൻ കണ്ടു, എൻ്റെ ശരീരം ശാന്തമായി നിശ്ചലമായി കിടക്കുകയായിരുന്നു. സ്വാമിജി ശാന്തനായി ശാന്തതയോടെ എൻ്റെ ശരീരത്തെ നോക്കി. എനിക്ക് ആ അനുഭവം വളരെ വിചിത്രവും ഭയാനകവുമായിരുന്നു. കാരണം ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പരിഭ്രമത്തോടെ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി. സ്വാമിജി, സ്വാമിജി. സ്വാമിജി പതിയെ തലചിരിച്ച് എൻ്റെ ആത്മാവിനെ നോക്കി. അദ്ദേഹത്തിന് എന്നെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വെളുത്തതായിരുന്നു. നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോയതുപോലെ. എന്നെ നോക്കി അദ്ദേഹം എന്നോട് ശാന്തമായിരിക്കാൻ ആംഗ്യം കാണിച്ചു. അപ്പോഴാണ് എൻ്റെ ശരീരം അനങ്ങാൻ തുടങ്ങിയത്, വിറയ്ക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം ശരീരം ഒരു ഞെട്ടലോടെ എഴുന്നേറ്റു. അവിടെ നിന്ന് ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ. പക്ഷെ ചങ്ങലകൾ കാരണം ശരീരം വിറച്ചു. സ്വാമിജി തൻ്റെ ആഴത്തിലുള്ള ശബ്ദത്തിൽ ചോദിച്ചു, നിനക്ക് ഓടിപ്പോകാൻ കഴിയില്ല. എന്നോട് പറയൂ, നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന്? ആരാണ് നിന്നെ കൊന്നത്? അവൾക്ക് എന്താണ് ആവശ്യം? എൻ്റെ ശരീരം ഉച്ചത്തിൽ വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം വീണ്ടും ഭസ്മം ശരീരത്തിൽ തളിച്ചു. ശരീരം പെട്ടെന്ന് താഴേക്ക് വീണു. താഴെ കിടന്ന അവസ്ഥയിൽ അതൊരു ഇരമ്പുന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അന്ന് രാത്രി ശക്തമായ മഴ പെയ്യുകയായിരുന്നു. റോഡ് വളരെ മോശമായിരുന്നു. മങ്ങിയതായി കാണപ്പെട്ടു. എൻ്റെ കൂട്ടുകാരൻ ട്രക്ക് ഓടിക്കുകയായിരുന്നു. ഞങ്ങൾ വേഗത്തിൽ പോവുകയായിരുന്നു. വീട്ടിലേക്ക് തിരികെ പോവുകയായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം ഞങ്ങളൊരു നിർജ്ജനമായ റോഡിലെത്തി. അവിടെ വാഹനങ്ങളോ ആളുകളോ ഇല്ലായിരുന്നു. പൂർണ്ണമായി വിജനമായ സ്ഥലം. ഞാനൊരു ബീഡി കത്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ എന്നോട് ബീഡി ചോദിച്ചു. ബീഡിയെടുക്കാൻ അയാൾ പുറകിലേക്ക് കൈ നീട്ടിയ അതേ നിമിഷം എന്തോ ഒന്ന് കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് ട്രക്കിന് മുന്നിൽ പെട്ടെന്ന് വന്നു നിന്നു. അത് കണ്ട് ഞാൻ ഉറക്കെ നിലവിളിച്ചു. പക്ഷേ ഡ്രൈവർക്ക് വാഹനം നിയന്ത്രിക്കാൻ കഴിയുന്നതിന് മുന്നേ വാഹനം അവളെ ചവിട്ടി മെതിച്ചിരുന്നു. എന്തോ ഒന്ന് വാഹനത്തിൻ്റെ അടിയിൽ പോയിരിക്കുന്നു. വാഹനം ഒരു ശക്തമായ ഞെട്ടലോടെ നിന്നുപോയി. ഞങ്ങളുടെ വാഹനം ഒരാളെ ഇടിച്ചുവെന്ന് കരുതി. ഡ്രൈവർ എന്നോട് ചോദിച്ചു, അതൊരു സ്ത്രീയായിരുന്നോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഒരു സ്ത്രീയെപ്പോലെ ഉണ്ടായിരുന്നു. പക്ഷേ മുട്ടുകുത്തിയാണ് അവൾ നടന്നതെന്ന് തോന്നി. മുട്ടുകുത്തിയ ഒരാൾക്ക് എത്ര വേഗത്തിൽ നടക്കാൻ കഴിയും? ഒരുപക്ഷേ അതെന്തെങ്കിലും മൃഗമായിരിക്കും. ഞാൻ അവനോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. എന്തായാലും അവിടെ ആരുമില്ലായിരുന്നു. ആ സ്ഥലം എനിക്ക് ശരിയായി തോന്നിയില്ല. ചുറ്റും ഉയരം കൂടിയ ഉയർന്ന മരങ്ങളായിരുന്നു. ഇടതൂർന്ന കാടുകളായിരുന്നു. അത്ര ഇടതൂർന്ന കാടുകൾ. മുകളിൽ ആകാശം പോലും കാണാൻ കഴിയുമായിരുന്നില്ല. എന്നിരുന്നാലും ട്രക്കിലെ ഡ്രൈവർ താഴെ ഇറങ്ങി. ചുറ്റും ഭയാനകമായിരുന്നതുകൊണ്ട് ഞാനും ടോർച്ചുമായി വാഹനത്തിൽ നിന്നും താഴേക്കിറങ്ങി. ഞങ്ങൾ താഴെ ഇറങ്ങിയ ഉടൻ വാഹനത്തിൻ്റെ അടിയിൽ നിന്ന് വേദനിച്ച് കരയുന്ന ഒരു ശബ്ദം കേട്ടു. ഞങ്ങൾ താഴേക്ക് നോക്കാൻ കുനിഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും വാഹനത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു കൈ പുറത്തേക്ക് വന്നു. അത് ഡ്രൈവറിൻ്റെ കാലിൽ പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും പരിഭ്രമിച്ച് അകന്നു മാറി. ആ കറുത്ത കൈ വീണ്ടും വാഹനത്തിനടിയിലേക്ക് പോയി. ഞങ്ങൾ ശരിക്കും ഒരാളെ കൊന്നുവെന്ന് കരുതി. ഞാൻ ഉടൻ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ഓണാക്കി. ഞങ്ങൾ ദൂരെ നിന്ന് വാഹനത്തിൻ്റെ അടിയിൽ നോക്കി. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും താഴേക്ക് നോക്കി. പക്ഷേ ഒരു ശരീരവുമില്ലായിരുന്നു. ഞങ്ങൾക്ക് തോന്നിയതാണെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ വീണ്ടും വാഹനത്തിൽ കയറി. ഇത്തവണ ഞാൻ ഡ്രൈവർ സീറ്റിലിരുന്നു. പക്ഷേ വാഹനം സ്റ്റാർട്ടായില്ല. കുറേ ശ്രമിച്ചു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അപ്പോഴാണ് ദൂരെ എവിടെ നിന്നോ ഉച്ചത്തിലുള്ള നിലവിളി ഞങ്ങൾ കേട്ടത്. മുഴങ്ങുന്ന ഒരു നിലവിളി. എൻ്റെ കൂട്ടുകാരൻ വിചാരിച്ചു അത് ഞങ്ങൾ ചവിട്ടിമെതിച്ച അതേ സ്ത്രീയുടെ ശബ്ദമായിരിക്കുമെന്ന്.
ഒരുപക്ഷെ അവൾക്ക് പരിക്കേറ്റിട്ടുണ്ടാവാം. ഡ്രൈവർ വീണ്ടും ടോർച്ചും എടുത്ത് വാഹനത്തിൽ നിന്ന് താഴേക്കിറങ്ങി. ഞാൻ അവനോട് പറഞ്ഞു ഇത് ശരിയല്ലെന്ന്. പക്ഷേ അവൻ താഴേക്കിറങ്ങി ശബ്ദത്തിൻ്റെ ദിശയിൽ നടന്നു. എനിക്ക് ഭയം തോന്നി. അതുകൊണ്ട് ഞാനും അവൻ്റെ പിന്നാലെ പോയി. ഞങ്ങളവിടെ റോഡിൻ്റെ താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു. പഴയ കല്ലുകൾ കൊണ്ടുള്ള വീട്. ശബ്ദം അവിടെ നിന്നാണ് വന്നിരുന്നത്. ഞങ്ങൾ ആ വീടിൻ്റെ അടുത്ത് ചെന്ന് അകത്തേക്ക് നടന്നു. അപ്പോൾ ഞങ്ങൾ അവളെ കണ്ടു. അവൾ അവിടെ ഒരു മൂലയിൽ നിൽക്കുകയായിരുന്നു. സ്വാമിയുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതെല്ലാം കാണാൻ കഴിയുന്നത് പോലെ. ആത്മാവ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരവും പതിയെ പതിയെ അനങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് സംസാരിക്കുന്നത് നിർത്തി. ആത്മാവ് ഒരു വിചിത്രമായ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. തൻ്റെ സ്വന്തം ശരീരം തന്നെ നോക്കുകയായിരുന്നു. വിചിത്രമായ ഭാവങ്ങളായിരുന്നു മുഖത്ത്. എന്തോ ഭയാനകമായ ഒന്ന് കണ്ടതുപോലെ. അതേ നിമിഷം എൻ്റെ പിന്നിൽ ഒരു വലിയ നിഴൽ, ഒരു കറുത്ത നിഴൽ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നിലേക്ക് നോക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും ആകാശം പൊട്ടിപ്പോയതുപോലെ തോന്നി. ഒരു ശക്തമായ മിന്നൽ മിന്നി. അടുത്ത നിമിഷം എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ തിരിച്ചെത്തി. ഞാൻ ഉച്ചത്തിൽ ശ്വസിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൻ്റെ ഊർജം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ശരീരത്തിൽ ഒരു വിചിത്രമായ പിടുത്തമുണ്ടായിരുന്നു, ഒരു കോച്ചൽ. അത് പതിയെ പതിയെ വിട്ടുമാറുകയായിരുന്നു. എനിക്ക് ബോധം വന്നത് കണ്ട് സ്വാമിജി എൻ്റെ ചങ്ങലകൾ അഴിച്ചു. പിന്നെ കുറച്ചു നേരം ശാന്തമായി ഇരുന്നിട്ട് പറഞ്ഞു, ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇവൾ ആരാണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഇപ്പോൾ അവൾ ഇവിടെ വന്നിരുന്നു. ഈ ആത്മാവ് എന്തെങ്കിലും പറയും മുമ്പ് അവൾ ഇതിനെയും കൊണ്ടുപോയി. പിന്നെ സ്വാമിജി എൻ്റെ കയ്യിൽ കുറച്ച് അഗർബത്തികൾ തന്നു. അത് വീട്ടിലേക്ക് കൊണ്ടുപോയി ഭർത്താവ് വെച്ചിരിക്കുന്ന മുറിയുടെ 4 കോണിലും കത്തിച്ച് വെക്കാൻ പറഞ്ഞു. ഇത് നിങ്ങളുടെ ഭർത്താവിനെ ശാന്തനാക്കും. പിന്നെ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചാരം കൊണ്ട് മുറിക്ക് ചുറ്റും ഒരു വര വരയ്ക്കുക. അങ്ങനെ അദ്ദേഹത്തിന് പുറത്ത് വരാൻ കഴിയാതിരിക്കാൻ. കാരണം അവൾ ഇവിടെ വന്നിരുന്നു. അതായത് അവൾ നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് സ്വാമിജി ഞങ്ങളോട് എത്രയും വേഗം വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഭർത്താവിൻ്റെ സുഹൃത്തും ഞാനും വീട്ടിലേക്ക് തിരിച്ചോടി. ഞങ്ങളുടെ അയൽക്കാർ ഞങ്ങളുടെ വീട്ടിൽ ചുറ്റും നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു, വീട്ടിൽ നിന്ന് വളരെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ വരുന്നുണ്ടായിരുന്നു. വീടിനുള്ളിൽ എന്തോ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ തോന്നി. ആദ്യം അവർക്ക് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചതാണെന്ന് കരുതി. പക്ഷേ അകത്തുനിന്ന് വരുന്ന ശബ്ദങ്ങൾ അത്രയ്ക്ക് വിചിത്രമായതുകൊണ്ട് വാതിൽ തുറക്കാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അയൽവാസികൾക്കും എൻ്റെ ഭർത്താവിൻ്റെ മേൽ ഒരു ആത്മാവിൻ്റെ നിഴൽ ഉണ്ടെന്ന് അറിയാമായിരുന്നു. ഞാൻ പതിയെ താക്കോലിട്ട് വാതിൽ തുറന്നു. വീട്ടിലെ എല്ലാ സാധനങ്ങളും അലങ്കോലമായി കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ശ്രദ്ധ മുന്നോട്ട് പോയി. അകത്തെ മുറിയുടെ വാതിക്കൽ എൻ്റെ ഭർത്താവ് നിൽക്കുന്നുണ്ടായിരുന്നു. മുടി അലങ്കോലമായി കിടക്കുന്നു. 2 കൈകളുടെയും മുഷ്ടികൾ മുറുകിയിരിക്കുന്നു. വലിയ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. കണ്ണുകൾ ഞെരുങ്ങിയിരുന്നു. വായിൽ നിന്ന് ഉച്ചത്തിൽ ക്രോ ക്രാ എന്ന ശബ്ദം വരുന്നുണ്ടായിരുന്നു. നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഭർത്താവ് ഞങ്ങളെ ആക്രമിക്കാൻ പോകുന്നത് പോലെ തോന്നി. ഞാൻ വീടിൻ്റെ അകത്തേക്ക് കാൽ വയ്ക്കാൻ പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നെ കൈകൊണ്ട് തടഞ്ഞു. എന്നിട്ട് ബാഗിൽ നിന്ന് ഒരു അഗർബത്തി എടുത്ത് കത്തിച്ച് പുകയുണ്ടാക്കി. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു. പുക വീട്ടിൽ വ്യാപിച്ചപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ശരീരം അയഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരീരം വീണ്ടും നിസ്സംഗമായി. അദ്ദേഹം വീണ് അവിടെ തന്നെ കിടന്നു. ഭർത്താവ് വാതിക്കൽ വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ചില അയൽവാസികളും ചേർന്ന് അദ്ദേഹത്തെ കട്ടിലിൽ കിടത്തി. ഭർത്താവിൻ്റെ കണ്ണുകൾ ഇപ്പോഴും രക്തം കൊണ്ട് ചുവന്നിരുന്നു. അദ്ദേഹം സീലിങ്ങിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. സ്വാമിജി പറഞ്ഞതുപോലെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ 4 കോണുകളിലും അഗർബത്തികൾ കത്തിച്ചു വെച്ചു. അഗർബത്തികൾ വളരെ വലുതും കട്ടിയുള്ളതുമായിരുന്നു. ഒരുപക്ഷെ അത് കത്താൻ 1 മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും. അയൽവാസികൾ വീട്ടിലെ സാധനങ്ങൾ ശരിയാക്കാൻ എന്നെ സഹായിച്ചു. ഞാൻ ഭർത്താവിൻ്റെ സുഹൃത്തിനോട് അന്ന് രാത്രി അവിടെ നിൽക്കാൻ പറഞ്ഞു. കാരണം സ്വാമിജി പറഞ്ഞിരുന്നു അന്ന് രാത്രി നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന്, എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണമെന്ന്. അന്ന് രാത്രി ഞങ്ങൾ വീടിൻ്റെ എല്ലാ ജനലുകളും തുറന്നിട്ടിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കി. അഗർബത്തികൾ കത്തിത്തീർന്നിരിക്കുന്നു. എൻ്റെ ഭർത്താവ് ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ഞാൻ അഗർബത്തിയുടെ ചാരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറിക്ക് ചുറ്റും ഒരു വര വരച്ചു. എന്നിട്ട് മുറിയുടെ വാതിൽ പുറത്തുനിന്ന് അടച്ചു. വാതിലടച്ച് ഞാൻ വീണ്ടും പുറത്തെ മുറിയിലേക്ക് വന്നു. ഈ കാര്യങ്ങൾ എപ്പോഴാണ് അവസാനിക്കുകയെന്ന് എനിക്കറിയില്ലായിരുന്നു. രാത്രി കനത്തു. ഇരുട്ട് മൂടി.
അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സോഫയിലിരുന്ന് മയങ്ങാൻ തുടങ്ങി. എനിക്കും ഉറക്കം വരാൻ തുടങ്ങി. കഴിഞ്ഞ 3-4 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ ഒരു ശബ്ദം കേട്ടു. ഞാൻ എഴുന്നേറ്റ് നോക്കി. മുറിയുടെ വാതിൽ ഇളകുന്നുണ്ടായിരുന്നു. അകത്തുനിന്ന് ആരോ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. ഇത് കണ്ട് ഞാൻ ഭർത്താവിൻ്റെ സുഹൃത്തിനെ പതുക്കെ ഉണർത്തി. അദ്ദേഹം എഴുന്നേറ്റുടൻ ചോദിച്ചു, എന്താ? ഞാൻ വാതിലിലേക്ക് നോക്കാൻ ആംഗ്യം കാണിച്ചു. വാതിൽ ശക്തമായി ഇളകുന്നുണ്ടായിരുന്നു. അകത്തുനിന്ന് ആരോ മുഴുവൻ ശക്തിയോടെ അത് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റു. അദ്ദേഹം എന്നോട് ദൂരെ നിൽക്കാൻ ആംഗ്യം കാണിച്ചു. അദ്ദേഹം ചാടി വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. വാതിലിൻ്റെ അടുത്ത് ചെന്ന് നിന്നയുടൻ അകത്തുനിന്ന് വരുന്ന ശബ്ദങ്ങളും ചലനങ്ങളും പെട്ടെന്ന് നിലച്ചു. എല്ലാം ശാന്തമായി. അദ്ദേഹം പതിയെ വാതിലിൻ്റെ കുറ്റി തുറന്നു. പക്ഷേ വാതിൽ തുറന്നില്ല. അതിനുശേഷം അദ്ദേഹം കാത് ചേർത്ത് അകത്തെ ചലനങ്ങൾ കേൾക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് വാതിൽ പെട്ടെന്ന് തുറന്നത്. ഒരു കൈ പുറത്തോട്ട് വന്ന് ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ കഴുത്തിൽ പിടിച്ചു. അത് കണ്ട് എൻ്റെ ശരീരം മുഴുവൻ വിറച്ചു. ശരീരത്തിലൂടെ ശക്തമായ ഭയം ഓടിപ്പോയി. ഞാൻ വളരെ പരിഭ്രമിച്ചു. ഞാൻ ആരെങ്കിലും വിളിക്കാൻ ചുറ്റും നോക്കി. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് അവരുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ കൈയുടെ പിടി അത്രയും ശക്തമായിരുന്നു. എനിക്ക് വിടുവിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു. ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ കണ്ണുകൾ വലുതായി. കഴുത്തിൽ ഞരമ്പുകൾ വീർത്തിരുന്നു. അദ്ദേഹം ശ്വാസമെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധ ജനലിലേക്ക് പോയത്. പുറത്തെ ഇരുട്ടിൽ എന്തോ ഒന്ന് കാറ്റിൽ പാറി പറക്കുന്നുണ്ടായിരുന്നു. തറയിൽ നിന്ന് ഏകദേശം 10-15 അടി ഉയരത്തിൽ. അത് ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സ്വാമിജിയുടെ പേര് വിളിച്ചു. ആ കൈ ശക്തമായി കുലുക്കി. ആ കുലുക്കലിൽ ഭർത്താവിൻ്റെ കൈ പിടിവിട്ടു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അവിടെ തന്നെ താഴെ വീണു. ഞാനും ഭയന്ന് പിന്നോട്ട് പോയി. ആ നിമിഷം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുഖം കണ്ടു. കല്ലുപോലത്തെ മുഖം, കട്ടിയുള്ള കണ്ണുകൾ വെളുത്തതായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളും കാലുകളും ഉച്ചത്തിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ദേഷ്യത്തിൽ വീണ്ടും വീണ്ടും വിചിത്രമായൊരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണെങ്കിൽ താഴെ കിടന്നുകൊണ്ട് ഉച്ചത്തിൽ ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നു. ഈ സമയം എൻ്റെ ഭർത്താവ് ഒരു കാൽ വായുവിലേക്ക് ഉയർത്തി. അദ്ദേഹത്തിന് പുറത്തു വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് ആ വര പ്രകാശിച്ചത്, ഒരു പൂത്തിരിയുടെ പ്രകാശം പോലെ. ഭർത്താവ് വേഗം കാൽ അകത്തേക്കെടുത്തു. ഒരു നിമിഷം ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ആ വര കടന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ലെന്ന്. ഞാൻ വീണ്ടും ജനാലയിലൂടെ നോക്കി. ഒരു കറുത്ത നിഴലും ഇല്ലായിരുന്നു. അതേ നിമിഷം മുറിയുടെ വാതിൽ നിശബ്ദതയോടെ അടഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് കുറച്ച് വെള്ളം നൽകി. സുഹൃത്താണെങ്കിൽ വിയർത്തു പോയിരുന്നു. സുഹൃത്തിൻ്റെ കഴുത്തിൽ വിരലുകളുടെ അടയാളങ്ങൾ ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കുറപ്പായി അദ്ദേഹം എന്ത് ചെയ്താലും മുറിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ലെന്ന്. ഞങ്ങൾ ആ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു. രാത്രി മുഴുവൻ മുറിക്കുള്ളിൽ നിന്ന് ശബ്ദങ്ങൾ വന്നുകൊണ്ടിരുന്നു. പിന്നെ സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം ശാന്തമായി. ഞങ്ങൾ പതിയെ മുറിയുടെ വാതിൽ തുറന്നു. നോക്കിയപ്പോൾ എൻ്റെ ഭർത്താവ് കട്ടിലില്ലായിരുന്നു. കട്ടിലിൻ്റെ അടുത്താണ് കിടന്നിരുന്നത്. ഒരുപക്ഷെ ആ കറുത്ത നിഴൽ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ അവസാനമായി ശ്രമിച്ചിരിക്കാം. രാവിലെ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വീട്ടിലേക്ക് പോയി. അതിനുശേഷം കുറേ കഴിഞ്ഞ് സ്വാമിജി വീട്ടിലെത്തി. സ്വാമിജി വീടിൻ്റെ വാതിലിൽ പുറത്തു തന്നെ നിന്നു. സ്വാമിജിയെ കണ്ട് ഞാൻ വാതിലിനടുത്തേക്ക് ചെന്നു. സ്വാമിജിയോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അവിടെ തന്നെ നിന്നുകൊണ്ട് വീടിനെ നോക്കാൻ തുടങ്ങി. അകത്തുനിന്ന് വീടിനെ നോക്കിക്കൊണ്ട് സ്വാമിജി എന്നോട് ചോദിച്ചു, അവൾ കഴിഞ്ഞ രാത്രി ഇവിടെ വന്നിരുന്നോ? ഞാൻ വന്നുവെന്ന് തലയാട്ടി മറുപടി നൽകി. അദ്ദേഹം കുറച്ചു നേരം കണ്ണടച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് അവളുടെ സ്ഥലത്തേക്ക് പോകണം. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചുറ്റുമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഉടൻ തന്നെ ഭർത്താവിൻ്റെ സുഹൃത്തിനെ വിളിക്കാൻ പോയി. ഞാൻ വരുന്നതുവരെ സ്വാമിജി മുറിയുടെ ബന്ധനം തകർത്തിരുന്നു. ഭർത്താവിൻ്റെ സുഹൃത്ത് തൻ്റെ വാഹനവുമായി വന്നു. ഞങ്ങൾ ഭർത്താവിനെ വാഹനത്തിലിരുത്തി. ആ കറുത്ത നിഴലിൻ്റെ സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. ഉച്ചസമയമായിരുന്നു. സ്വാമിജി ഞങ്ങളോട് പറഞ്ഞു, ഇദ്ദേഹം ആ വഴി കണ്ടെത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ ആ നിഴൽ എവിടെയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്തണം. ആ സ്ഥലം നഗരത്തിൽ നിന്ന് ഒരു 20-25 കിലോമീറ്റർ അകലെയായിരുന്നു. ഞങ്ങൾ അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ ഭർത്താവിന് ബോധം വന്നുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കൈ വളരെ ഉച്ചത്തിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഭർത്താവിൻ്റെ സുഹൃത്തിനോട് അവിടെ വാഹനം നിർത്താൻ പറഞ്ഞു.
ഭർത്താവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ വാഹനം നിർത്തിയ ഉടൻ അദ്ദേഹം വാഹനത്തിൽ നിന്ന് താഴേക്കിറങ്ങി റോഡിൻ്റെ മറുവശത്തേക്ക് വിറച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ആ സ്ഥലമെന്ന്. സ്വാമിജി ഞങ്ങളോട് മിണ്ടാതെ അദ്ദേഹത്തിന് പിന്നാലെ പോകാൻ പറഞ്ഞു. റോഡിൻ്റെ ഓരത്തുനിന്ന് താഴേക്കിറങ്ങി ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ വഴിയിലൂടെ ഞങ്ങളെല്ലാവരും നടന്നു. ചുറ്റുമുള്ള അന്തരീക്ഷം ഭയാനകമായിരുന്നു. വളരെ ആഴത്തിലുള്ള നിശബ്ദത. കുറച്ചുകൂടി നടന്നപ്പോൾ ഞങ്ങൾ ദൂരെ ഒരു വീട് കണ്ടു. തകർന്ന് ജീർണിച്ച അവസ്ഥയിൽ. ചുറ്റും വലിയ കല്ലുകൾ വീണ് കിടന്നിരിക്കുന്നു. തകർന്ന ചുമരുകൾ ഉണ്ടായിരുന്നു. മുറ്റവും ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ മണ്ണ് തരിശായിരുന്നു. മരങ്ങളോ പുല്ലോ ഒന്നുമില്ലായിരുന്നു. ആ സമയത്ത് ഒരു പക്ഷി ഞങ്ങളുടെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലം കാണാൻ ഒരു ക്ഷേത്രം പോലെ തോന്നി. അതുകൊണ്ടായിരിക്കാം ആളുകൾ അതിനെ ക്ഷേത്രമെന്ന് കരുതി അകത്തേക്ക് പോയിരുന്നത്. ഞാൻ പതിയെ ചുറ്റും നോക്കിക്കൊണ്ട് ആ വീടിൻ്റെ മുറ്റത്തെത്തി. കുറച്ചു മുമ്പ് ആകാശത്ത് വട്ടമിട്ട് പറന്നൂരി നിന്ന പക്ഷിയുടെ ശബ്ദം പെട്ടെന്ന് നിലച്ചു. ആ തകർന്ന പഴയ വീടിന് വാതിലുകളില്ലായിരുന്നു. ചുറ്റും മണ്ണും മാലിന്യവുമായിരുന്നു. ചുവരുകൾ കറുത്തതായിരുന്നു. കല്ലുകൊണ്ട് ഉള്ളതായിരുന്നു. പക്ഷേ മുന്നിൽ കാണുന്ന ആ വീടിനെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവിടെ ഒരു അദൃശ്യശക്തിയുടെ സാന്നിധ്യമുണ്ടെന്ന്. ഭർത്താവിൻ്റെ സുഹൃത്തും ഞാനും ഭർത്താവിനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നു. സ്വാമിജി ഞങ്ങൾക്ക് മുന്നിൽ വീടിന് പുറത്ത് നിന്നുകൊണ്ട് എന്തൊക്കെയോ കണക്കുകൾ കൂട്ടുന്നുണ്ടായിരുന്നു. അദ്ദേഹം വീടിനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. സൂര്യൻ പതിയെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇരുട്ടാകാൻ ഇനിയും ഒരുപാട് സമയമുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവിടെയുള്ള എല്ലാം ഒരു നിഴലിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് തോന്നി. അതവിടെ ഏതെങ്കിലും ഒരു ഇരുണ്ട മൂലയിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ വീടിന് 2 ചെറിയ ജനലുകളുണ്ടായിരുന്നു. പക്ഷേ അവ നമ്മളെ നോക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് എവിടെ നിന്നോ ശക്തമായ കാറ്റ് വന്നു. അതോടൊപ്പം മണ്ണും പൊടിയും അവിടെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അത് കുറച്ചു നേരം അവിടെ കറങ്ങി. എന്നിട്ട് പെട്ടെന്ന് വീടിനുള്ളിലേക്ക് കടന്നുപോയി. ഞാൻ സ്വാമിജിയോട് ചോദിച്ചു, ഇതെന്തായിരുന്നു? സ്വാമിജി തൻ്റെ നോട്ടം മാറ്റാതെ മറുപടി പറഞ്ഞു, ഒന്നുമില്ല, അത് നമ്മളെ പരിശോധിക്കുകയാണ്, നമ്മളെ പേടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വീണ്ടും പറഞ്ഞു, അപ്പോൾ അവൾ എന്തുകൊണ്ടാണ് മുന്നിൽ വരാത്തത്? അവൾ ഭയപ്പെടുന്നുണ്ടോ? ഇല്ല, അവൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാനാണ്. ഞാനും ആ വീടിനെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ നോട്ടം വാതുക്കൽ തടഞ്ഞു നിന്നു. അപ്പോഴാണ് വീടിനുള്ളിൽ ഒരു കറുത്ത പുക ഉയരുന്നത്. അത് പതിയെ പതിയെ വാതിലിന് മുന്നിൽ കൂടിച്ചേർന്നു. ആ പുക ഒരു ആകൃതി സ്വീകരിച്ചു. അതൊരു സ്ത്രീയുടെ ആകൃതി. അത് വാതിക്കൽ നിന്ന് ദൂരെയുള്ള ഇരുട്ടിൽ പാറിപ്പറക്കാൻ തുടങ്ങി. ആ നിമിഷം ഞങ്ങൾ അവളുടെ കണ്ണുകൾ മാത്രം കണ്ടു. ഒരു ഗ്ലാസ് പോലെ വെളുത്ത കണ്ണുകൾ. അവളെ കണ്ട് സ്വാമിജി കണ്ണുകളടച്ച് ചില മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ഞങ്ങൾ കണ്ടു, പെട്ടെന്ന് ഇരുട്ട് വർദ്ധിക്കാൻ തുടങ്ങി. ചുറ്റും കാർമേഘങ്ങൾ കൂടിച്ചേരാൻ തുടങ്ങി. സ്വാമിജി കൂടുതൽ ഉച്ചത്തിൽ മന്ത്രങ്ങൾ ഉരുവിട്ടു. ആ സമയത്ത് ഞങ്ങൾ അകത്തുനിന്ന് കാലടികളുടെ ശബ്ദം കേട്ടു. ആരോ ഉച്ചത്തിൽ കാലടികൾ വയ്ക്കുന്നത് പോലെ, ഇവിടെയും അവിടെയും വേഗത്തിൽ നടക്കുന്നത് പോലെ. ധൻ ധൻ എന്ന ശബ്ദം വീട്ടിൽ മുഴങ്ങി. കാറ്റ് വേഗത്തിലായി. ഞങ്ങൾ വീണ്ടും അതേ പക്ഷിയുടെ ശബ്ദം കേട്ടു. ആ പക്ഷി ഞങ്ങളുടെ മുകളിൽ ശക്തമായ കാറ്റിൽ കാർമേഘങ്ങളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പോകാൻ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് സ്വാമിജിയിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു. അതേ നിമിഷം ഞങ്ങൾ വീടിനുള്ളിൽ നിന്ന് ഒരു ചിരി കേട്ടു. ആകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പക്ഷി വേഗത്തിൽ സ്വാമിജിയുടെ നേരെ വന്നു. അത് ചിറകടിച്ച് ഞങ്ങളുടെ മുന്നിൽ തറയിൽ ഇടിച്ചു നിന്നു. ഇതെല്ലാം എത്ര പെട്ടെന്ന് സംഭവിച്ചു! ഞങ്ങൾ ഭയന്ന് പിന്നോട്ട് മാറി. ആ പരിഭ്രമത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ കൈ എൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോയി. എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ എന്തോ ഒന്ന് പ്രവേശിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖം കടുത്തുപോയി. കണ്ണുകൾ ചുവന്നു. കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ ശരീരം കുലുക്കാൻ തുടങ്ങി. തൻ്റെ ഭർത്താവിന് ചുറ്റും ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് ആ ചുഴലിക്കാറ്റിനോടൊപ്പം ആ വീട്ടിലേക്ക് വലിക്കപ്പെട്ടു. പിന്നെ ഒരു തവണ കൂടി ആ ചിരി മുഴങ്ങി. ഞങ്ങൾ അദ്ദേഹത്തെ പിടിക്കാൻ വേഗത്തിൽ മുന്നോട്ട് പോയി. പക്ഷേ സ്വാമിജി കൈകൊണ്ട് ഞങ്ങളെ തടഞ്ഞു. സ്വാമിജി തൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഭസ്മം എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നു. എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് അദ്ദേഹത്തിനോടൊപ്പം വീട്ടിൽ പ്രവേശിക്കാൻ പറഞ്ഞു. ഞങ്ങൾ വീടിനുള്ളിൽ പ്രവേശിച്ച ഉടൻ പുറത്തെ അന്തരീക്ഷം പെട്ടെന്ന് മാറി. എല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചു. സ്വാമി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ മെഴുകുതിരികൾ കത്തിച്ച് ഞങ്ങളുടെ കൈകളിൽ തന്നു. എൻ്റെ ഭർത്താവിനെ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല.
പക്ഷേ സ്വാമിജി ഞങ്ങളോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആ മുറിയിൽ എല്ലായിടത്തും മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു. അല്പം വെളിച്ചമായി. സ്വാമിജി മുറിയുടെ നടുക്കിരുന്ന് തൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പഞ്ഞിയെടുത്ത് അതിൻ്റെ ഒരു ആകൃതി ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു സ്ത്രീയുടെ, ഒരു പാവയുടെ ആകൃതി. ആ പാവ അദ്ദേഹം തൻ്റെ മുന്നിൽ വെച്ചു. എന്നിട്ടൊരു കുപ്പിയെടുത്ത് അതിൽ നിന്ന് കുറച്ച് ദ്രാവകം അതിൽ തളിക്കാൻ തുടങ്ങി. ഈ സമയം അദ്ദേഹത്തിൻ്റെ മന്ത്രജപം തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം സ്വാമിജി പാവയുടെ മുഖത്ത് 2 വെളുത്ത കല്ലുകൾ വെച്ചു, അവളുടെ കണ്ണുകൾ എന്നതുപോലെ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആദ്യം പാവയ്ക്ക് ചുറ്റും ഒരു വൃത്തമുണ്ടാക്കി. അതിനുശേഷം സ്വാമിജി പാവയിലേക്ക് ഭസ്മം എറിഞ്ഞപ്പോൾ ആ പഞ്ഞിപ്പാവ പെട്ടെന്ന് നേരെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. സ്വാമിജി പതിയെ കണ്ണുകളടച്ചു. എന്നിട്ട് വീണ്ടും ഉച്ചത്തിൽ ചില മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തൻ്റെ ഭർത്താവ് പുറത്തേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമിജിയെ നോക്കി എൻ്റെ ഭർത്താവ് നിലവിളിക്കാൻ തുടങ്ങി. നിങ്ങളൊരു കള്ളനാണ്. നിങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഒരു ശ്രമവും ഇവിടെ ഫലിക്കില്ല. പോകൂ, ഇവിടുന്ന് പോകൂ. ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. പക്ഷേ സ്വാമിജി തൻ്റെ 2 കൈകളും തമ്മിൽ ഉരസാൻ തുടങ്ങി. അതിൽ നിന്ന് തീ രൂപപ്പെടാൻ തുടങ്ങി. എൻ്റെ ഭർത്താവ് ദേഷ്യത്തിൽ മുരണ്ടു. പിന്നെ സ്വാമിജി ആ കറുത്ത പാവയിലേക്ക് മെഴുകുതിരി അടുപ്പിച്ച് അത് കത്തിരിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് പെട്ടെന്ന് പരിഭ്രമിച്ചു. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ നിനക്കെൻ്റെ ജീവിതം ഭിക്ഷ നൽകുകയാണ്. ഇവിടുന്ന് പോകൂ, പോകാൻ. പക്ഷേ സ്വാമിജി അദ്ദേഹത്തിന് ഒരു മറുപടിയും നൽകിയില്ല. അദ്ദേഹം തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. അടുത്ത നിമിഷം അദ്ദേഹം പാവയെ കയ്യിലെടുത്ത് ശക്തമായി അമർത്തി. വീട്ടിൽ മുഴുവൻ ഒരു കറുത്ത പുക വ്യാപിച്ചു. അതുപോലെ കറുത്ത പുക ഒരു ആകൃതി സ്വീകരിച്ചു. ഒരു സ്ത്രീയുടെ ആകൃതി. ആ ആകൃതി സ്വാമിജിയുടെ മുന്നിൽ വന്നു നിന്നു. ആ കറുത്ത നിഴൽ വായുവിൽ പാറിപ്പറന്ന് സ്വാമിജിക്ക് നേരെ ചാടാൻ ആഗ്രഹിച്ചു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഞാനും എൻ്റെ ഭർത്താവിനെ എടുത്തു മാറ്റി. ആ കറുത്ത നിഴൽ മുരണ്ടുകൊണ്ട് സ്വാമിജിക്ക് മുന്നിൽ അദ്ദേഹമുണ്ടാക്കിയ ചക്രത്തിൽ ചെന്നിരുന്നു. വീണ്ടും അത് തൻ്റെ കൈകൾ കൊണ്ട് അദ്ദേഹത്തെ ശക്തമായി അടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ കൈ സ്വാമിജിയുടെ അടുത്തേക്ക് എത്തുന്നില്ല. സ്വാമിജി ശാന്തമായിരുന്നു. ആ നിഴൽ, ആ കറുത്ത നിഴൽ ഇപ്പോഴും വിചിത്രമായ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൻ്റെ കൈകളും കാലുകളും വിറയ്ക്കാൻ തുടങ്ങി. ഉച്ചത്തിൽ വിറയ്ക്കാൻ തുടങ്ങി. അത് കാര്യങ്ങളെല്ലാം എതിർക്കുകയായിരുന്നു. അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ സ്വാമിജി അതിനെ തൻ്റെ ചക്രത്തിൽ ബന്ധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് മുന്നിൽ അതിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് സ്വാമിജിയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കൈ വളരെ ചൂടുള്ളതായി മാറി ചുവന്ന് കാണാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലെ പാവ പൊട്ടിത്തെറിച്ചു. എല്ലാ സ്ഥലത്തും ഒരു ചീഞ്ഞ മണം വ്യാപിച്ചു. മുറി മുഴുവൻ കറുത്ത പുക കൊണ്ട് നിറഞ്ഞു. ഞങ്ങൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായി. ഇതേസമയം ഞാൻ എൻ്റെ ഭർത്താവിനെ താങ്ങിയെടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമിജി പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എല്ലായിടത്തും കറുത്ത പുകയുടെ നിറമുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഭർത്താവിന് ബോധം വന്നു. ഞാനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും എൻ്റെ ഭർത്താവും സ്വാമിജിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. ഭർത്താവിൻ്റെ സുഹൃത്ത് ഞങ്ങളെ വീണ്ടും വാഹനത്തിനടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് വീട്ടിലേക്ക്. ആദ്യം ഞങ്ങൾ സ്വാമിജിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. കാരണം ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആ നിഴലിൻ്റെ ബാക്കി സാധനങ്ങൾ നശിപ്പിക്കണമായിരുന്നു. അതിനുശേഷം എൻ്റെ ഭർത്താവ് കുറച്ച് ദിവസത്തേക്ക് വളരെ ദുർബലനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആദ്യത്തേതിനേക്കാൾ നല്ലതായി തോന്നി. പതിയെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാൻ തുടങ്ങി. ഒടുവിൽ ഞങ്ങൾക്ക് എല്ലാം നല്ലതായി മാറി. അങ്ങനെ ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്ന ആ നിഴൽ ഒടുവിൽ അവസാനിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതായിരുന്നു ഇന്നത്തെ അനുഭവകഥ. ഇത് നിങ്ങൾക്കൊരു അനുഭവമായി തോന്നിയില്ല, കഥയായിട്ടാണ് തോന്നിയതെങ്കിൽ ക്ഷമിക്കുക. കാരണം അനുഭവത്തിൻ്റെ കൂടെ കുറച്ച് മേമ്പൊടികൾ ചേർത്തെങ്കിൽ മാത്രമേ ഇത് നിങ്ങളെ രസിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ചില മേമ്പൊടികൾ ചേർത്തിരിക്കുന്നു. ഇതുവരെ എന്നെ കേട്ട നിങ്ങൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്ത കഥയുമായി വേഗം വരാം.